ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മി മൊബൈലിൽ വിളിച്ചിട്ട് ഉമ്മി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഉമ്മി മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ചോറ് കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാമായെ വിളിക്കാം. മാമ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് മാമയെ വിളിക്കാം. മാമ, ഉമ്മി വിളിച്ചിട്ട് പറഞ്ഞ് ചോറ് കൊണ്ട് ചെല്ലാൻ. ഷാക്കുമ്മിക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ. കളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഇവിടെ നിർത്തിയിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഓക്കെ ഗൈസ്, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. നമ്മളെ വീട്ടിലെ പുറത്തിറങ്ങി. നമ്മൾ 3 പേരുള്ളത് കാറിലാണ് പോണത്. കാറ് നമ്മുടെ ബെൻസ്. ഞങ്ങൾ ബെൻസ് ഇതാണ്ട് ഗൈസ്. ഞങ്ങളെ ബെൻസാണ്. ഫ്രണ്ടില് ഞങ്ങൾ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതാ കാറ് കയറാൻ പോലും പറ്റില്ല ഗൈസ്. കണ്ടോ ചോറിനതാ. ബുക്ക് എന്തോ തന്നെയാ പഠിക്കാനാ? അല്ല, എന്നാ ഇതകത്തോട്ട് അയ്യ വണ്ടി എടുക്കും. അങ്ങോട്ട് നിങ്ങള് ബാക്കി ഇരുന്നാ എന്താ ഭയങ്കര വെയില് ഗൈസ്, ഭയങ്കര വെയില്. കറുത്ത് പോവാതെ ഇരുന്നാൽ നല്ലതാ. അപ്പൊ ഗൈസ്, നമ്മളെ വണ്ടിക്കകത്ത് കയറണം. എൻ്റെ തല. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടി കയറി. ഇതിന് ചുടിയത് ഫ്രണ്ടിലോട്ടിട്ട് നമ്മൾ യാത്രയാണ് പോവാണ്. ഗ്ലാസ് തുറക്ക്, എന്നാലല്ലേ ഒരു നമ്മള് പോവാൻ പോണ്. നല്ല വ്യൂ കേട്ട്, രസമുണ്ട്. മാർച്ചൊക്കെ ആയില്ലേ, കനാലൊക്കെ തുറന്നു നോക്കാം ഗൈസ്. ചിലപ്പോ കനാല് തുറന്നു. ഓ ഗൈസ്, കനാല് തുറന്നു. തിരിച്ചു വന്നിട്ട് ഇറങ്ങാം. ഇവിടുന്നാണ് നല്ല രസം. ഇട്ട് അതാണെന്ന് നമ്മളെ ഫസ്റ്റ് വീഡിയോ അല്ലേ. തിരിച്ചു വന്നിട്ട് നോക്കാം. അപ്പൊ കനാലെ ബൈ ബൈ. എനിക്ക് ചോറെടുക്കാം. ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മളിവിടെ പഠിക്കാൻ ബുക്കൊക്കെ എടുത്തോണ്ടോ ഭയങ്കര പഠിപ്പിയ ബുക്കൊക്കെ കീറാൻ കൊള്ളാവോ. ഇതാണ് ഞങ്ങളുടെ മൈലാപ്പൂർ എന്ന് വെച്ചാൽ പേരയാം. മൈലാപ്പൂർ അടുത്ത സ്റ്റോപ്പാണ്. നല്ല വ്യൂ ആണ്. നേരെ പോണോ അതോ നേരെ പോയാ മതി? പോണോ നമുക്ക് നേരെ പോണം. അല്ലടി, നമുക്ക് വെയില് കുറച്ചുള്ള സൈഡിൽ കൂടി പോവാം. വെയിലില്ലാത്ത ഭയങ്കര ചൂട്. എനിക്ക് ഞങ്ങൾക്ക് ചൂടെടുക്കുന്നില്ലടേ. കരിഞ്ഞു മൊരിഞ്ഞു പോയേനെ, ഉണങ്ങി. ഓംപ്ലേറ്റ് എന്റെ പേരൊക്കെ ഉള്ള സാധനം എന്റേത് അതേ സ്പെല്ലിംഗ് ആണ്. AYISHA. എല്ലാ സാധനവും അതിലുണ്ട്, അതിനകത്തുണ്ട്. അതാ ഞാൻ ഞാൻ ലാസ്റ്റത്തെ വൈകെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആയിഷാന്ന് തന്നെയായിരിക്കും. ഞാനും അതാ കണ്ടത്. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. മാത്രമേ അങ്ങനെ കൊട്ടിയത്തുനിന്ന് ചിന്നക്കട വരെയുള്ള വണ്ടി. അത് കുറച്ച് ദൂരമല്ലേ ഉള്ളു. അപ്പൊ ഗൈസ്, കീപ് ഡിസ്റ്റൻസ്. ചിന്നക്കട കൊട്ടിയം സ്റ്റോപ്പ്. ആവിനെ ബോട്ട് ഉണ്ടാക്കുന്നു ഗൈസ്. അതിനാണെന്ന് തോന്നുന്നു ബുക്കൊക്കെ എടുത്തോണ്ട് വന്നത്. വേറൊരു സാധനം ഉണ്ടാക്കും കേട്ടോ. എന്താണ്? ഓ പറ്റില്ല, ഇങ്ങനെ ആക്കുന്നതാണ്. നുള്ളാൻ പറ്റും. അയ്യേ
ബസ്സൊക്കെ പഴയ പോയി ഊട് വഴി കൂടി ബാക്കില്ല. ഓഹോ ദാ ഇപ്പുറത്തോട്ട് വന്നു. ദാണ്ടെ. അമ്മച്ചിയാ ചിന്നക്കട എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല. ചിന്നക്കട എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ തമിഴ് പേരെങ്ങാണ്ട. ചിന്ന മീൻസ് ചെറിയ ചിന്ന എന്ന് പറഞ്ഞ തമിഴ് വാക്കല്ലേ അത് ചെറിയ ചിന്നക്കട. ചിന്നക്കട തന്നെ ചിന്നക്കട തമിഴന്മാരിട്ട പേരായിരിക്കും. ചിന്ന എന്നുവെച്ചാ ചെറിയ കട ചിന്നക്കട. അതാണ്. പക്ഷെ ചിന്നക്കടയിൽ വലിയ കടയാണല്ലോ ഉള്ളത്. അടുത്തത് അമ്പാടി അല്ലല്ല അമ്പാടി. ഓ ഭയങ്കര പാട്ടായി പോയി. ബസ്സിനെ എല്ലാത്തിനും എടുത്ത് ഊക്കുന്ന ആമയ. അമ്പാടി കുയിലല്ലേ. ഭയങ്കര ബ്ലോക്ക് ഇന്ന് വെയില് അതുപോലെ ബ്ലോക്കും ഉണ്ട് ഗൈസ്. നല്ല ബ്ലോക്ക്. നമ്മളിത് NS ഹോസ്പിറ്റൽ. NSലല്ല നമ്മുടെ വിഷ്ണുനാഥിനെ വിജയിപ്പിക്കുക. ഓ നമ്മുടെ മണ്ഡലത്തിലെ വിഷ്ണുനാഥിനെ വിജയിപ്പിക്കുക. ഇവിടെ മൊത്തം വിഷ്ണുനാഥേ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. ഗൈസ് നമ്മളെ NSലല്ല പോകുന്നത്. ഞങ്ങൾ മെഡിസിറ്റി ട്രാവൻകൂർ മെഡിക്കൽ. ഇത് നമ്മളെ NS ഹോസ്പിറ്റൽ. പക്ഷെ നമ്മള് പോവേണ്ട ട്രാവൻകൂർ എവിടെ ചെല്ലുന്ന അവിടെ നിന്ന് തുടങ്ങാം. കനാൽ തുടങ്ങുന്നത് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെ വാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു 2-3 ലക്ഷം രൂപ വാങ്ങിയിട്ട് വാ. നമുക്ക് പെട്രോൾ അല്ല പെട്രോൾ. നിങ്ങളെ വാപ്പയുടെ പൈസ വാങ്ങിയാ ഒരു മിന്നായം പോലെ അതെവിടെ ഇട്ടേക്കുന്ന ഉത്സവം. ഒരു മരം മുഴാൻ പോകൂ. ഇതാണ് നമ്മുടെ 66 സർവീസ് റോഡിൽ കൂടെയാണ് നമ്മളിപ്പോ പോണം. ഇത് റോങ് സൈഡ് ഗൈസ്. റോങ് സൈഡിൽ കൂടെ ആട്ടോക്കാരി ഗൈസ്. ട്രാവൻകൂർ മെഡിക്കൽ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടോ പോവാം ഗൈസ്. നമ്മൾ ട്രാവൻകൂർ മെഡിക്കലിൽ കയറാൻ പോവാണ് ഗൈസ്. വിളിച്ചില്ല പണി പാടി. ഇനി നമ്മളിവിടെ പോസ്റ്റ് ആവും. ഫോണ് കട്ട് ചെയ്തിട്ട് ഉമ്മയെ വിളിച്ചതില് ഗൈസ് ഞങ്ങള് ഉമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മളിനി പോവാൻ പോവാണ്. ഇവിടെയൊക്കെ നല്ല ശാന്തതയുള്ള സ്ഥലമാണ്. അങ്ങനെ ഭയങ്കര ഇതാണ് ഗൈസ്. ഇവിടെ ഒരു തോടുണ്ട് പക്ഷെ കൊള്ളില്ല. ഇതെവിടെ ഈ സൈഡിലൊരു കുളമുണ്ട്. വേസ്റ്റ് വെള്ളം പോണ റോഡാ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വലിയ ഹോസ്പിറ്റലാണ്. വലിയ ഹോസ്പിറ്റൽ. ഇവിടെ നിറയെ പിക്ചറും പോസ്റ്ററും ഗൈസ്. ഈ വഴിക്ക് ഗൾഫ് പോലെയുണ്ട്. പനയൊക്കെ ഉണ്ട്. അയ്യോ നമുക്കൊരു പണി കിട്ടി. എന്താ ഇനി കറങ്ങി പോണം. കറങ്ങി പോവേണ്ടി വരും. ഓഫ് എനിക്ക് വയ്യ. ഗൈസ് ഒരു പ്രാവും കുട്ടികളും ഇരിക്കുന്നു ഗൈസ് അവിടെ. കണ്ടോ? എന്താണ് ഹോസ്പിറ്റൽ ആംബുലൻസ് കച്ചവടം. ഈ ആംബുലൻസിനെ ബാഗ് പിടിച്ച് പോവാം. നല്ലതാ. എല്ലാരും ഒരുങ്ങിക്കൊള്ളു. ആംബുലൻസ് ഇവിടെ നിർത്തിയാൽ ക്ലാസ് ഇട്ടോ ഭയങ്കര വാഴ. കുറച്ച് AC ഇട്ടാലും. മാമ ഇന്നലെ മാമ ഏതൊരു മീൻകടയിൽ പോയില്ലേ? അവിടെ കൊണ്ടുപോവോ? എന്താ നല്ല വെയിലാ. അയ്യോ അതുപോലെ ഉച്ചക്കൊക്കെ അവിടെ അവര് ഉറങ്ങുന്ന സമയമായിരിക്കും. ശരിയാ. ഇവിടെ ഒരു ക്യാമറ വെച്ചൂടെ ഇവർക്ക് ഈ വേസ്റ്റ് ഇടുന്നതിന്? അത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കളഞ്ഞെടുത്ത് മാറ്റിയവന്മാര് പണി നടന്നപ്പോ റോഡിന്റെ എല്ലാരും ഈ സൈഡ് പിടിച്ച് വരുവായിരുന്നു.
വരുന്നുണ്ട് ഒരു കാറ്. മിക്കവാറും നമ്മള് പെറ്റി അടിക്കും ഗൈസ്, പെറ്റി. ആംബുലൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ പോയി. നമ്മളങ്ങ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുക. ആംബുലൻസിന്റെ കോന്ന് പറഞ്ഞിട്ട് നമുക്ക് നേഴ്സിന് ഇനി ഇപ്പുറത്തുനിന്ന് കിടക്കണം. ഇതാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. കിടക്കാൻ പോകുന്നത്. ഓ ഓ പിടിച്ചു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത്? അതായത് നമ്മള് ഒരു കനാലിൽ നിന്ന് ബോട്ട് ഒഴുകി വിടുന്നു, അത് നേരെ ഒഴുകി ഇപ്പുറത്തെ കനാലിൽ വരുന്നു. അങ്ങനെ ചിരിയണ്ടോ ഗൈസ്? എത്ര കനാലതിനെ അവിടെ? അത് ആകെ ഒറ്റ കനാലേ ഉള്ളൂ. കടയുടെ കനാലുണ്ട്. ആ ശരിയാ മാമ. കടയുടെ കനാലിൽ കൂടെ ഒഴുകി വരത്തില്ലടി, അതിന് മുമ്പേ തങ്ങി നിൽക്കും. ആ തങ്ങി നിൽക്കുവടി. നമ്മളിവിടെ ഇരുന്ന് ഉറങ്ങും കാത്ത് കാത്ത്. അപ്പൊ നമ്മള് പുതിയത് ഇതാക്കി. റോഡിൽ കൂടെയൊക്കെ നടക്കും. നമ്മള് മുമ്പ് കുഞ്ഞായൊക്കെ ആയിട്ട് വന്നൊരു ഓട്ടോയെ രക്ഷിച്ച്, പിന്നെ നോക്കിയപ്പോ ആ ഓട്ടോ ഏതോ ഒരുത്തന്നെ എടുത്തോണ്ട് പോയി. അതാ ഓട്ടോ എവിടെയായിരുന്നു സത്യം പറഞ്ഞ? അത് നമ്മൾ അവിടെ വെച്ചിട്ട് വന്ന്. ആ, അപ്പൊ ആരോ ഒരാളെ എടുത്തോണ്ട് പോയത്. അതിനുശേഷമല്ലേ നമ്മള് വേറൊരു ഓട്ടോ നമ്മളെ ലുലുമാളി മേടിച്ചത്. ആ ഓട്ടോയുടെ വീഡിയോ ചെയ്തില്ലാന്ന് തോന്നുന്നില്ലേ? ആട്ടോതാ ഈ ഓട്ടോയെ പോലത്തെ ഒരു ഓട്ടോ. ബ്ലാക്കും യെല്ലോയാ വരുന്നത്. ബ്ലാക്കും അല്ലോ. ആ ശരിയാ, ബ്ലാക്ക് ആൻഡ് യെല്ലോയാ. അതിനകത്ത് ഈ ആട്ടോ. correct ഈ ആട്ടോ. അല്ലല്ല അത് തന്നെ. അല്ലല്ല, ടോപ്പ് ഇത് ബ്ലാക്ക് ആണ്, മറ്റേ നമ്മളിരിക്കുന്ന യെല്ലോയാ. ഇതിന്റെ ബ്ലാക്ക് അതാണ്ട് ഇത് കണക്കത്തേക്കാണ് ഇയാളിപ്പോ കാണിച്ചത്. Fantastic. ടോപ്പ് ബ്ലാക്ക് ആണ്. ഉഫ്. എടി ഇവിടെ കാണുന്ന ബ്ലാക്ക്, നമ്മളെ ഇരിക്കുന്നത് യെല്ലോ ആണ്. Yes. ഇത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത. ആ അതിന്റെ ടോപ്പ് അല്ലോ, റൈറ്റ്? അത് കണ്ടാലേ സെയിം ഒന്നും അല്ല. അത് കണ്ടാലേ മനസ്സിലാവും ഗൈസ്. ഇപ്പൊ എല്ലാം മറന്നുപോയി. അത് അന്നൊരു ദിവസം വലിയ കണ്ടോളും, പിന്നെ ഒന്നും കണ്ടില്ല. പിന്നെ എടുത്തു വെച്ച് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് നിർത്തി. ബാറ്ററി ഒക്കെ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ? ബാറ്ററി ഇടാൻ ടി വി വിഷ്ണുനാഥിനെ വിജയിപ്പിക്കുക. എല്ലായിടത്തും വിഷ്ണുനാഥോ നോക്കിയേ. അടുത്ത് വിഷ്ണുനാഥ്, കൊറേ വിഷ്ണുനാഥ് ഉണ്ട് ഗൈസ് ഇവിടെ. ഇവിടെ മാത്രമേ ഉള്ളു. അവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ട്. വിഷ്ണുനാഥ്. ഇതാ PV വിഷ്ണുനാഥ്. PC ഓ PC. ആര്? ചന്ദ്രിക. ഷോ. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ സ്പൈസ് സൂപ്പർ മാർക്കറ്റ്. ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്, SM അത് അപ്പുറത്തായി. മുട്ടക്കട എന്ന് പറയുന്നത്. കടയുടെ പ്രൊമോഷൻ ആണ് ഈ വീഡിയോയിൽ. കട മാത്രമേ ഉള്ളൂ. ഞാൻ കടക്കകത്ത് കേറിയില്ലല്ലോ. ഇവിടെ നിറയെ കടകളെ ഉള്ളൂ. ഒരു പഴയ മൈലാപ്പൂരല്ല മോനെ. ഇവിടെ ഇപ്പം നിറയെ കടകളായി. കണ്ട നമുക്ക് ഈ സൈഡിലാണ് മൊത്തം കടകളുള്ളത്. അതേ മൊബൈലിന്റെ കട, ഷൂസ്, ഡ്രസ്സ്, മെഡിക്കൽ ഷോപ്പ്, സാധാ ഐറ്റംസ് എല്ലാ കടയുണ്ട്. അതേ കണ്ട കളിപ്പാട്ടം, ചിക്കൻ കട, ഇറച്ചിക്കട എല്ലാം ഉണ്ട്. അയ്യോ, നിങ്ങളെ ഉമ്മാടെ ചോറ് കൊടുത്തത് വിളിച്ചു പറയണം. അയ്യോ ഇനി അത് അവിടെ പോണം. വീട്ടിൽ പോണം കേസ്. അപ്പൊ ഞാൻ എങ്ങനെ ഇത് ഒഴുകി വീഴും? നമ്മൾ നിർത്തുമല്ലോ. നമ്മളുടെ അതുപോലത്തെ അല്ല, ഗ്രീനും യെല്ലോയും. ഇവരല്ല, അവരെ ഫ്രിഡ്ജ് അല്ലേ അത്? ആ ശരിയാ. എല്ലാ വീട്ടിൽ പോണ ഫ്രിഡ്ജാണ്. ആ അകത്തോട്ട് ഇങ്ങേരായിരുന്നു, ഇങ്ങനെ എനിക്കറിയാം. ഇത് ഗെയ്സ് നമ്മളെ വീട്ടിലോട്ട് പോണ വഴിയാണ്. നമുക്കല്ല ഫ്രിഡ്ജ്, നമുക്കല്ല ഫ്രിഡ്ജ്. നമ്മളുടെ വീട്ടിന്റെ തൊട്ട് മുന്നിലുള്ള ഡ്രൈവറെ എനിക്കറിയാം ഗെയ്സ്. നമുക്ക് കനാലിന്റെ വീഡിയോ പിന്നെ ചെയ്യാം. ഓക്കെ.
Guys, നമ്മളെ കനാൽ കനാലിലെത്തിപ്പെട്ടു ഗൈസ്. ബൈ ബൈ കനാൽ. ആനയാടാ ഒരു ഇത് നോക്കി എനിക്ക് വയ്യ. പോയില്ല. അവനക്ക് കനാലിലോട്ട് എറിഞ്ഞോളാൻ വയ്യ. ഫൈറ്റ് പോലല്ലോ. ഓ പൊട്ടന്മാര് കൊണ്ട് കേറ്റി. എന്താ വയ്യ ഇവിടെ ഇട്ട് എവിടെയെങ്കിലും വെക്കാനേ പറ്റുള്ളൂ. പെട്ട് ടൻ ടൻ ടനനന, ടൻ ടൻ ടനനന. എന്താ ചെയ്യും ഗൈസ്? മുന്നിലോട്ട് പോട്ടെ, അവിടെ എവിടെയെങ്കിലും നിർത്തും. എന്തായാലും ആ ഫ്രിഡ്ജ് നമ്മൾ ഇറക്കേണ്ടി വരും. കാക്ക അറിയാവോ? ഒരിത്തിക്കൂടി ഇപ്പോഴും മുന്നോട്ട് മനസ്സിലായിട്ടില്ലെന്നു. ഓയ് നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇറങ്ങിയപ്പോ ഭയങ്കര വെയിൽ, ഒരു വെയിൽ. ഇപ്പൊ ഓടണം നമുക്ക്. എന്റെ പൊന്നേ. നമ്മള് വീട്ടിലോട്ടെത്തി. ചിലപ്പോ കൂടി ഭയങ്കര ചൂട് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും AC വെച്ചാൽ മതിയായിരുന്നു. വീടിനകത്തോട് കയറാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മളെ 3 പേരുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.